ഈ കഴിഞ്ഞ വിഷു സീസണിൽ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു മതനിന്ദ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം പിന്നെ വേറൊരു വിഷയം വലിയ രൂപത്തിൽ ചർച്ചയായി. പക്ഷെ ആദ്യം സംഭവിച്ച മതനിന്ദ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണത്. പിന്നെ ഒരു സ്വയം പ്രഖ്യാപിത നുണയനായ ഒരാൾ ആവർത്തിച്ച് പറയുന്ന, സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പോലും വളരെ മോശമായി, ലോകത്തൊരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വൃത്തികേടുകളൊക്കെ പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനായ ഒരാൾ. ആ സാമൂഹ്യ വിരുദ്ധനെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ശ്രീകൃഷ്ണന് പകരം സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയാണ്, വിഷു ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഒരു അത്രമേൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സാമൂഹ്യ വിരുദ്ധനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വയം നുണ പറയുന്ന ഒരാളെ, സ്വയം നുണ പറയുന്നു അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത നുണയൻ എന്ന് സ്വയം പേര് തന്നെയുള്ള ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ അത്രമേൽ ആ ദൈവസങ്കല്പത്തെയും അല്ലെങ്കിൽ ആ ദൈവവിശ്വാസികളെയും അപമാനിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ അതിനോട് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന പ്രതികരണമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നിയത്. അതിൽ പറഞ്ഞ ഹൈന്ദവരായ ആളുകൾക്കടക്കം ഇതൊരു അപമാനമായിട്ട് തോന്നിയിട്ട് സംഭവം ഇങ്ങനൊരു സാമൂഹ്യ വിരുദ്ധനെ ദൈവത്തിൻ്റെ പകരമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശം കാര്യമാണ്. എന്നിട്ട് പോലും അതിൽ വിശ്വാസികൾ എന്ന പേരിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് പ്രകടിപ്പിച്ചു എന്ന് വരില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ എന്തായാലും ഒരു പ്രയാസം ഉണ്ടാവും. കാരണം ഇത്രയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന, നിരന്തരം ആരാധിക്കുന്ന, ഈ കണി കണ്ടു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണനെ കണി കണ്ടു കഴിഞ്ഞാൽ അത് വർഷം മുഴുവൻ ഭയങ്കര ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന അത്രയും പ്രധാനപ്പെട്ടൊരു ഒരു ആരാധനാപാത്രമായിട്ട് കാണുന്ന ആളെ സംബന്ധിച്ച് അവിടെ ഈ മനുഷ്യൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പരിതാപകരമാണ് അവസ്ഥ. അത്രയും വൃത്തിയായിട്ടൊരു മനുഷ്യൻ്റെ മുഖം, ഉമ്മനെ തെറി പറയുന്ന, ഉമ്മ മരണപ്പെട്ട പോലും അമ്മക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമാണ്. അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്മയെ തെറി പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാൾ ഇത്ര ആരാധനാപാത്രമായിട്ടുള്ള ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരാധ്യന്റെ ഒരു രീതിയിൽ അവർ കാണുന്ന ഒരു വേഷത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രയാസം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അത് വളരെ സഹതാപത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. എന്നിട്ട് പോലും ഈ വിശ്വാസികളല്ല എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ് ഈ വേഷം കൊണ്ട് ഹൈന്ദവനും വിരോധമോ കയ്യേറ്റമോ ചെയ്യില്ല, ഇതാണ് ഹിന്ദുധർമ്മം, മറ്റു മതപ്രചാരക വേഷം കിട്ടിയാൽ കാണാം എന്തെല്ലാം പ്രശ്നമാകുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സഹിഷ്ണുക്കളാണ്, കാരണം ഇത്രയും വലിയ സാമൂഹ്യ വിരുദ്ധനെ ദൈവത്തിന്റെ പകരം പ്രതിഷ്ഠിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പറയുന്ന പോയിന്റ് അതാണ്, ഇത്രയും മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നപ്പോൾ പോലും, ഇത്രയും വൃത്തിയായിട്ടൊരാൾ ഇങ്ങനെ ദൈവത്തിന്റെ വേഷം കെട്ടി വന്നപ്പോൾ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ നബിയുടെ വേഷം കെട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകില്. ആയിഫിന്റെ തലവെട്ടാനും കൈവെട്ടാനും കാലുവെട്ടാനും ചിലരൊക്കെ ലൈനിൽ നിന്നേനെ. അങ്ങനെ 4 പച്ചത്തെറിയെങ്കിലും പറഞ്ഞിട്ട് പോയേനെ. ഹിന്ദുക്കൾ അദ്ദേഹത്തെ വിഷ് ചെയ്തു പോകുന്നു. റിയലി ഗ്രേറ്റ്. അതിനൊക്കെ ഞങ്ങൾ ഭയങ്കര സഹിഷ്ണുക്കളാണ് എന്നുള്ളതാണ്. ഇത് ഇട്ടു ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേറൊരു വിഷയം വന്നത്. അപ്പൊ ഈ സഹിഷ്ണുതൊക്കെ കണ്ടു ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഈവൻ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കാര്യമാണ്. ഈ നിരീശ്വരവാദികൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഏത് ദൈവസങ്കല്പത്തെയും അപമാനിക്കുക, മോശം പറയുക എന്നുള്ളത്. ഈ വ്യക്തി തന്നെ മുമ്പ് യേശു ക്രിസ്തുവിനെ പിഴച്ചുപറ്റ യേശു എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് 24 മണിക്കൂർ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ അത് നന്മയല്ല ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഭരണഘടന പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന കാര്യത്തോട് അവർക്ക് വിയോജിപ്പുണ്ടാകാം, അല്ലെങ്കിൽ വ്യത്യസ്ത മതസ്ഥർക്ക് വിയോജിപ്പുണ്ടാവാം, വ്യത്യസ്ത ആശയങ്ങളിലുള്ളവർക്ക് വിയോജിപ്പുണ്ടാകും, അതൊക്കെ പ്രകടിപ്പിക്കാം. പക്ഷേ അപമാനിക്കാൻ ഭരണഘടനയോ നിയമമോ, അവഹേളനവും അധിക്ഷേപവും അതേപോലെ തന്നെ വിയോജിപ്പും ഇത് വേറെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിയോജിപ്പ് അറിയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു വിയോജിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? മുഹമ്മദ് നബി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ്, അത് തെറ്റാണ്, ഞാൻ മനസ്സിലാക്കുന്നു, ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വശം എന്നാണ്. അങ്ങനെ അവർക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സമർത്ഥിക്കാം, വിയോജിപ്പുകൾ അവർക്ക് രേഖപ്പെടുത്താം. എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തലല്ല മുഹമ്മദ് നബിയെ തെറി പറയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്താ പറയുക അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനോട് അത്തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ള വിയോജിപ്പുകൾ അത്തരത്തിൽ ധാർമ്മികമായോ അല്ലെങ്കിൽ ആശയപരമായിട്ടുണ്ടെങ്കിൽ അറിയിക്കാം.
ആ അറിയിക്കലല്ല പിഴച്ചുപറ്റ യേശു എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ അയാൾ പറയുന്നത്. പിഴച്ചുപറ്റ യേശു എന്ന് പറയുമ്പോൾ എത്രത്തോളം വൃത്തിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഉമ്മനെ പറ്റി പോലും സ്വന്തം ഉമ്മനെ പറ്റി പോലും തെറി പറയാൻ പ്രയാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആണെങ്കിൽ ഇപ്പം അതായത് ഞങ്ങൾ ബയോളജിക്കലി മാത്രമേ ചിന്തിക്കുള്ളൂ, അതുകൊണ്ട് ഒരു അത്ഭുതം ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് യേശുവിന് പിതാവില്ല അല്ലെങ്കിൽ പിതാവില്ലാതെയാണ് ജനിച്ചത് എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാം. അല്ലാതെ പിഴച്ചുപറ്റത് എന്ന് പറയുന്നത് അതെന്താണ് അപമാനമാണ്. ഈ ഭാഷ പറയുന്നത് ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ മൊറാലിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ധാർമ്മികതയാണ്, ആ ഒരു മാന്യതയാണ് കാണിക്കുന്നത്. ആ മാന്യത തീരില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മൾ വീണ്ടും ആലോചിക്കുമ്പോൾ ഇത്രത്തോളം അതപ്പതിച്ച ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊരിക്കലും ഒരു വിശ്വാസികൾക്ക് അംഗീകരിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ ഇടക്ക് വളരെ വിവാദമായ ഒരു കാര്യമാണ് ട്രംപ്. ഇതേപോലെ ഒരു തലതെറിച്ച ഒരു ബുദ്ധിക്ക് സ്ഥിരയില്ലാത്ത രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ സ്വയം യേശുവായിട്ട് ഒരു ഫോട്ടോ അത് AI ക്രിയേറ്റ് ചെയ്തിട്ട് ട്രൂത്ത് സോഷ്യലിൽ ഇടുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിനെതിരെ വന്നിട്ടുള്ള ബാക്ക്ലാഷ് നമ്മൾ കണ്ടതാണ്. അവിടെയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ ട്രംപിനെ പോലെയുള്ള ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ യേശുവായിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ സ്ഥാനത്തായിക്കൊണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവസാനം ട്രംപിനെ അടക്കം അത് പിൻവലിക്കേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇത് ഭയങ്കര സഹിഷ്ണുത പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചത്, ഈ ചേർത്തലയിലുള്ള ഒരു മന്തിക്കട, ആ മന്തിക്കടയിൽ ഒരു ഇമേജ് അവർ വിഷു ആശംസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്തതല്ല എന്നാണ് പറയുന്നത്, വാട്സപ്പിലൂടെ പ്രചരിച്ചു. എനിവേ എന്തായാലും അത് അവരുടെ പേരിൽ പുറത്തു വന്നിട്ടുണ്ട് സംഭവം. അതിൽ കാണുന്നത് ശ്രീകൃഷ്ണൻ ഒരു ചിക്കൻ മന്തിയുടെ മുന്നിൽ ഇങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അങ്ങനെ ഒന്ന് പുറത്തു വിട്ടത് ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം. ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അത് പുറത്തു വിടുന്ന ആൾ ഉദ്ദേശിച്ച് ചിലപ്പോൾ സിംപ്ലി ഒരു മാർക്കറ്റിംഗ് ആകും. എന്തൊരു സോഷ്യൽ ഇവന്റ് ഉണ്ടാകുന്ന സമയത്തും ആ സോഷ്യൽ ഇവന്റിനെ തന്റെ പ്രൊഡക്റ്റിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് എല്ലായിടത്തും നടക്കാറുണ്ട്. എല്ലായിടത്തും സംഭവിക്കും. ഇപ്പം ഓണത്തിന് വരുമ്പോൾ കമ്പ്യൂട്ടർ കടക്കാർ കമ്പ്യൂട്ടറും കൊണ്ടുപോകുന്ന മാവേലിന്റെ ചിത്രമൊക്കെ ഉണ്ടാവും. അതേപോലെ പച്ചക്കറി കടക്കാരാണ് പച്ചക്കറിയും വാങ്ങി പോകുന്ന മാവേലിന്റെ ചിത്രമൊക്കെ ഉണ്ടാവും. അതുപോലെ സദ്യയായിട്ടൊക്കെ ചിലപ്പോൾ മൗസും കീബോർഡൊക്കെ സദ്യ പോലെ വെച്ചിട്ട് വെച്ചാൽ ആ ക്രിയേറ്റിവിറ്റികൾ ഇന്ന് മാർക്കറ്റിംഗ് രംഗത്ത് ഒരുപാട് സംഭവിക്കുന്ന കാര്യമാണ്. തന്റെ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ ഈ സംഭവിക്കുന്ന സോഷ്യൽ ഇവന്റിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഓണത്തിന്റെ സമയത്തും ഈ സദ്യയുടെ അടുത്ത് ഓണത്തിന്റെ സമയത്ത് സദ്യന്റെ അടുത്ത് വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് അല്ല, ഓണത്തിന് സമയത്ത് ഈവൻ ഒരുപാട് കടകൾ അവരുടെ എന്താ പറയുക അവരുടെ മെനു ആയിട്ട് തന്നെ പുറത്തു വരുന്നത് നോൺ വെജിറ്റേറിയൻ സദ്യ എന്ന് പറഞ്ഞിട്ട് ചിക്കനും ബീഫും ചെമ്മീനും ഒക്കെ അടങ്ങിയ ഒരു സദ്യയൊക്കെ പുറത്തു വിടുന്ന, അങ്ങനെ സദ്യ മാർക്കറ്റ് ചെയ്യുന്ന, അതിന് ഇഷ്ടംപോലെ ആളുകൾ കച്ചവടം, ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അതിനർത്ഥം ഇങ്ങനെ ചെയ്യാമെന്നല്ല, ഇത് ആ ആസ്പെക്റ്റിൽ ചെയ്തതായിരിക്കാം. അത് ചെയ്തിരിക്കാനുള്ള സാഹചര്യം പറയാണ്. കാരണം പൊതുവിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം ഏതൊരു ബിസിനസ്സുകാരനോ ആലോചിക്കുക, ഓക്കെ ഒരു ഇങ്ങനെയുള്ള ഒരു ഇവന്റിന്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയാൽ അത് ഷെയർ ചെയ്ത് പോകും. ഇപ്പോൾ ഒരു രസകരമായിട്ടുള്ള കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന എന്തെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കിയാൽ അത് ആൾക്കാർ സ്റ്റാറ്റസ് ആക്കും, അല്ലെങ്കിൽ കുറച്ച് ചർച്ചയാവും. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആണ്. ചർച്ച സെൻസിറ്റീവ് ആയിട്ടുള്ള ചർച്ച അല്ല, നേരെ മറിച്ച് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കും. ഒരു മാർക്കറ്റിംഗ് ഇടപെടൽ നന്നായിട്ടുണ്ടല്ലോ, കുറച്ച് ഹൈപ്പ് കിട്ടുന്നു, കുറച്ച് ഷെയർ കിട്ടുന്നു, ഇതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഈ പുറത്തുവിട്ട കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൽ എന്താ വെച്ചാൽ ഇവരൊരു മന്തിക്കടക്കാരാണ്. അവര് ഇപ്പൊ വിഷുവിനെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഫുഡ് എന്താണ്, മന്തിയാണ്. അതിനോട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ശ്രീകൃഷ്ണനോട് ചേർത്തി ഒരു ഇമേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ അൾട്ടിമേറ്റ്ലി ചിലപ്പം മാർക്കറ്റിംഗ് മാത്രമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അല്ലാത്ത വിശ്വാസികളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചണ്ടാല ബാബ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ശ്രീകൃഷ്ണൻ അടക്കം നോൺ വെജ് കഴിച്ചതാണെന്നൊക്കെ പറയുന്ന വിശ്വാസികൾ. അത് നമ്മൾ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും വിശ്വസിക്കുന്നത് അത് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ഒരു നോൺ വെജ് സദ്യ അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള മന്തി ചേർത്ത് വെക്കുന്നത് ശ്രീകൃഷ്ണനെ ഒരു അപമാനിക്കുന്നത് പോലെയാണ് എന്നാണ് ഒരുപാട് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. എങ്കിൽ ആ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ അത് അവർ പിൻവലിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, വളരെ നല്ലൊരു സൈനാണ്. അത് ന്യായീകരിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ പിൻവലിച്ച് മാപ്പ് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ആ ഒരു അർത്ഥത്തിൽ അതിനൊരു പ്രശ്നമൊക്കെ കാണുമെങ്കിലും ഇതിപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഒരു പാപമാണെന്ന് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. ആ പാപം തങ്ങളുടെ ഒരു ദൈവത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അതിന് തെറ്റായിട്ട് കണക്കാക്കാമെങ്കിലും
അത് ഇത്തരം മറ്റു മതനിന്ദകളോട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതൊരു ഭാഗത്ത് നിൽക്കുന്നു, അതിനോടുള്ള നടപടികളും പ്രതികരണവും ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതിനേക്കാൾ വലിയ മതനിന്ദകളും അതിനേക്കാൾ വലിയ ഹെയ്റ്റുകളും അപ്പുറത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോയിരുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നമ്മുടെ സമൂഹത്തിൽ വളരെ കർശനമായി എല്ലാ മതനിന്ദകൾക്കെതിരെയും കർശന നടപടികൾ എടുക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ, ഞാൻ അതാണ് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരാളിങ്ങനെ മതനിന്ദൊക്കെ ചെയ്താൽ വളരെ കർശനമായി അത് സ്റ്റോപ്പ് ചെയ്യുകയും വെറുപ്പുൽപാദനം നിർത്തിവെപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിനെതിരെ നല്ല നടപടി എടുക്കണം. അവരിനി അറിയാതെ ചെയ്തു പോയതാണെങ്കിലും കുറച്ചൊരു ഇനി അങ്ങോട്ടൊരാൾക്ക് അങ്ങനെ തോന്നാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, നടപടി എടുക്കണം. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്താണ്? അതാണ് നമ്മൾ ഏത് റിയാലിറ്റിയിൽ നിന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയാണ് ഒരു സ്ഥലത്ത് അപ്പം നിരന്തരം കൊലപാതകങ്ങൾ നടക്കുന്ന, അതിനെതിരെ ഒരു നടപടിയും നടക്കാത്ത ഒരു സ്ഥലത്ത് ഒരാൾ പിന്നെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാളുടെ കാലിലും ചവിട്ടി. അപ്പം എന്ത് ചെയ്യണം, കേസ് വരികയാണ്. നിരന്തരം ദിവസവും പിന്നെ 100 കണക്കിന് കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സിറ്റിയിൽ ഒരാളുടെ കാലിന് ചവിട്ടിയതിന് കേസ് വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയും അത് ശരിയല്ലല്ലോ, കാരണം ഇത് മറ്റേതിനൊക്കെ നടപടിയെടുത്ത് അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഒരു ഉപദ്രവം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തൊരു സമൂഹമായിട്ട് ഇത് നിയമപരമായിട്ട് പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്നാൽ ഇത് അങ്ങനെ ഉള്ള സൊസൈറ്റി അല്ല. പ്രത്യേകിച്ചും മലയാളികൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഏതാനും ഒരു പതിറ്റാണ്ടോളം കാലമായി നടന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വലിയ മാറ്റം. നിരന്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, വെറുപ്പ് പ്രസരിപ്പിക്കപ്പെടുന്ന, 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളടക്കമുള്ള ഒരു സൊസൈറ്റിയാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത്. ഈവൻ പോസ്റ്റ് കൊറോണ കാലഘട്ടത്താണ് അത് കൂടുതൽ കാണാൻ കഴിയും. അതിന്റെ കുറച്ച് ഉദാഹരണം ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നേരത്തെ കണ്ടത് ഒരു നോൺ വെജ് കഴിക്കുന്നത് പാപമാണ് എന്ന് കരുതുന്നവരുടെ മുന്നിലേക്ക് അവരുടെ ദൈവത്തെ പ്രതിഷ്ഠിച്ചു, അല്ലെ? അത് മോശമാണ്, തെറ്റാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഇത് നിങ്ങൾ നോക്കുക, ഇതിലെ വാചകങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, വായിക്കാൻ നമുക്ക് കഴിയൂല. ഇത് കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവനായി അല്ലെങ്കിൽ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് ഒരാൾ ഇട്ട വീഡിയോയുടെ തംബ്നെയിലാണ്. അതിൽ ഏത് രൂപത്തിലാണ് ആരേക്കാൾ മോശമാണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ തരത്തിൽ ഉമ്മയെപ്പോലും തെറി പറയുന്നൊരു മനുഷ്യൻ ആ മനുഷ്യനേക്കാൾ മോശമാണെന്നാണ് എന്ത് ചെയ്യുന്നത്. ഇത്രയും ഈ കോടിക്കണക്കിന് അല്ലെങ്കിൽ ബില്യണിലധികം ആളുകൾ ഒരു ജീവിതത്തിന്റെ മാതൃകയായിട്ട് കാണുന്ന, തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാരൊക്കെ പറയും അത് പിന്നെ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾ പറയാമല്ലോ. മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളോട്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളോട്, മതത്തോടൊക്കെ നിങ്ങൾ വിയോജിച്ചോളൂ, അതിനോട് പിന്നെ എതിർപ്പ് പറഞ്ഞോളൂ, അതിനെ വിമർശിച്ചോളൂ, ഒക്കെ ചെയ്തോളൂ. പക്ഷെ നിന്ദിക്കുന്നതിന് എന്ത് ന്യായമുള്ളത്? ഞാൻ ശരിക്കും ചോദിക്കാണ്. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ആ മന്തി പോസ്റ്റർ മോശമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി, ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വിഷമായി എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് കൺസിഡർ ചെയ്യുന്നു, വിഷമാവാൻ സാധ്യതയുണ്ട്. അത്രയും അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒന്ന് ശരിയല്ല എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ, ഇത് ശരിയാണോ? ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവഹേളനം തെറ്റാണ്. ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ. ഈ മന്തി വിവാദത്തോടു കൂടിയെങ്കിലും കേരള സമൂഹത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടാവണം. അതായത് ഒന്നുകിൽ അവഹേളനങ്ങളെല്ലാം ആവാം, നമ്മൾ വെറുപ്പ് ഉൽപാദനവും എല്ലാം നിർബാധം നടക്കുന്ന ഒരു സൊസൈറ്റി ആവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്ത് ചളി വാരി എറിഞ്ഞ് നമുക്ക് അങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. അതല്ലെങ്കിൽ ഒരു മന്തി പോസ്റ്ററിൽ പോലും പരസ്പരം വേദനിപ്പിക്കുന്ന ഒന്നുമില്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറണം പതിയെങ്കിലും. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കണമെന്ന് നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കാം. ഇത് മുസ്ലിങ്ങളോട് മാത്രം പറയുന്നല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളോട് മാത്രം പറയുന്നല്ല, എല്ലാവർക്കും കൂടി നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. അവർക്ക് നമുക്ക് ആ പ്രവാചകനെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പിന്നെ മറ്റു മതത്തിലെ വിശ്വാസിക്കോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്താക്കോ ബഹുമാനം തോന്നിക്കൊള്ളുന്നില്ല. ബഹുമാനം തോന്നുന്ന ആൾക്കാരുണ്ട്. ഗാന്ധിജി അടക്കമുള്ളവർ ഏറ്റവും ഉന്നതരായിട്ടുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയ, അങ്ങനെ പ്രവാചകനായി കണ്ടിട്ടില്ലെങ്കിലും ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാർ ചരിത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും വേണ്ട, ബഹുമാനിക്കണ്ട. പക്ഷേ നിന്ദിക്കാതിരിക്കാലോ. ഇപ്പം ഹൈന്ദവ മതത്തിലുള്ള ഒരുപാട് ദൈവസങ്കല്പങ്ങൾ. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഏകദൈവ വിശ്വാസിയായൊരു മുസ്ലിമാണ്. ഏകനായൊരു ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റ് ദൈവസങ്കല്പങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവസങ്കല്പങ്ങളെയോ കളിയാക്കില്ല, നിന്ദിക്കില്ല. അതെൻ്റെ തീരുമാനമാണ്, അതെൻ്റെ മാന്യതയാണ്, എൻ്റെ മതം കൂടി പഠിപ്പിക്കുന്ന മാന്യതയാണ്. ഇത് നമുക്ക് പരസ്പരം ആയിക്കൂടെ? ഇതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും. വേറൊന്ന്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആ പ്രവാചകനെ
പേര് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, ഏത് രൂപത്തിലാണ് അതിനെ പിന്നെ പേരിനോട് ചേർത്ത് വെക്കുന്ന വാക്കും ശ്രദ്ധിക്കുക. അതെ, അതൊക്കെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ അവഹേളനങ്ങൾ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? വേറൊന്നും കണ്ട അല്ലേ, ഒരു പ്രവാചകൻ ഒരു മരണത്തെ പറ്റി പറയുന്നൊരു വാക്ക് ആലോചിച്ച് നോക്കുക എത്രത്തോളം മോശമായിട്ടാണെന്നുള്ളത്. എന്നിട്ട് അതിന് കൊടുക്കുന്ന ഇമേജ് നിങ്ങൾ നോക്കുക. ഒരാളുടെ, അതായത് കോടിക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന, ഓക്കെ നിങ്ങൾ ബഹുമാനിക്കണ്ട, അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ള കോടിക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു പ്രവാചകൻ ആരും ഇവിടെ പറയുന്നില്ലോ. അപ്പോൾ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ കാണുന്ന ആരാധ്യ പുരുഷന്മാരോ അല്ലെങ്കിൽ ബഹുമാന പുരുഷന്മാരോ അവരെ മറ്റുള്ളവർ നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനത്തോടോ നിങ്ങൾ കൊടുക്കുന്ന ആരാധനയോടോ കാണുന്ന സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേൾക്കുന്ന ഒരു മതവിശ്വാസികൾക്ക് ആ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ വേണമെന്നുള്ള നിർബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണോ ക്രൈസ്തവർ കാണുന്നത് അതുപോലെ നമ്മൾ കാണില്ല, മുസ്ലിങ്ങൾ കാണില്ല, ഹൈന്ദവർ കാണില്ല. അതുപോലെ തന്നെ ഹൈന്ദവരുടെ ആരാധ്യ പുരുഷന്മാർ ഒരിക്കലും അതുപോലെ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ കാണില്ല. മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും അത്തരത്തിൽ വിശ്വാസങ്ങളാണെങ്കിലും പ്രമാണങ്ങളാണെങ്കിലും മുസ്ലിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയാറുള്ളത്. അഥവാ അദ്ദേഹത്തിൻ്റെ മേലിൽ ദൈവം സമാധാനം വർഷിക്കുമാറാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്മ ചെയ്യുമാറാകട്ടെ, ഇങ്ങനൊരു പ്രാർത്ഥന മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ആരോടും പറയുന്നില്ല. പക്ഷേ ഒരാൾ ബഹുമാനിക്കുന്നൊരു കാര്യത്തെ ആക്ഷേപിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അവഹേളിക്കാതിരിക്കുക എന്ന് പറയുന്നത്, തെറി പറയാതിരിക്കുക എന്ന് പറയുന്നത് ഇതല്ല. അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരാൾ കാണുന്നത് പോലെ നിങ്ങളെ മുഹമ്മദ് നബി ഞങ്ങൾ അതുപോലെ കാണലല്ലത്. അത് പരസ്പരം നൽകുന്നൊരു മാന്യതയാണ്, പരസ്പരം നൽകുന്നൊരു ബഹുമാനമാണ്. ഇത് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ലാതെ ആവുന്നു, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ മാത്രമല്ലാതെ ആവുന്നു. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മാത്രം അല്ല, അതിനേക്കാൾ എത്രയോ വലിയ തെറികൾ ഇപ്പുറത്ത് കിടക്കുമ്പോൾ അത് വളരെ സ്വാഭാവികമാവുകയും അത് എത്രയോ നടന്നുള്ളൂ അല്ലെങ്കിൽ എത്രയോ അവിടെ നടക്കട്ടെ, ഇവിടെ അതുണ്ടായിക്കോട്ടെ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് അനുവദിക്കുന്ന കാര്യമാണ് എന്ന രീതിയിൽ വിടുകയും, എന്നാൽ അതിനേക്കാൾ നേരത്തെ പറഞ്ഞ തന്നെ കൊലപാതകം നടക്കുമ്പോൾ അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു വിടുകയും കാലിൽ ചോട്ടുമ്പോൾ അത് പ്രശ്നമാണെന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥ അതൊരിക്കലും കേരളത്തിൽ ഉണ്ടാവരുത്. കേരളം ഇത്തരത്തിൽ മാറണമെങ്കിൽ, കേരളം ഇത്തരത്തിൽ മുഴുവനായിട്ട് ഈ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിക്കണമെങ്കിൽ അത് എല്ലായിടത്തും സംഭവിക്കണം. അത് തീവ്രത കൂടിയ ഇത്തരത്തിലുള്ള ഹെയ്റ്റുകൾ, ഇത്തരത്തിലുള്ള അപമാനങ്ങൾ, അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ അതുമുതൽ നമ്മൾ തിരിച്ചു തുടങ്ങണം. അത് കേരളത്തിൽ മുഴുവനായിട്ട് മാറ്റുന്നുള്ളത്, സോഷ്യൽ ഫാബ്രിക് കമന്റ് ബോക്സുകളൊക്കെ നോക്കിയാൽ മതി. ഈവൻ ഈ നമ്മുടെ കമന്റ് ബോക്സ് എന്നല്ല, സാധാരണ ഒരു ന്യൂസിന്റെ കമന്റ് ബോക്സ്, ന്യൂസ് ചാനലുകളുടെ കമന്റ് ബോക്സിൽ പോലും ഈ പറഞ്ഞ ആളുകളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആ ഹെയ്റ്റൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട് എത്രമാത്രം മോശമായിട്ടാണ് പ്രവാചകനെയും ദൈവത്തെയും അതുപോലെ തന്നെ പുണ്യ പുരുഷന്മാരെയൊക്കെ വളരെ മോശകരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ വ്യാപകമായിട്ട് കാണാണ്. അത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിനെതിരെ എടുത്ത നടപടി, അത് നമ്മൾ പറയുന്നത് അത് ഇറ്റ്സ് എൻ ഓഡ് അല്ലേ, അതൊരു എന്താ പറയുക ഇത്രയും ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് മാറുകയാണ്. കാരണം എന്താ, ഇത്രയും വെറുപ്പിനെതിരെ നടപടി ഇല്ലാതെ ഇതിന് മാത്രം നടപടി എടുക്കുക. ഓക്കെ, അതൊക്കെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ അവിടെ ഒന്നല്ല നമ്മൾ ഉള്ളത്, നമ്മൾ വെറുപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് നമ്മുടെ സൊസൈറ്റി. അത് തെറികൾ പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം. അപ്പം അതുകൊണ്ട് നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി തീരുമാനിക്കുക, അവഹേളന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല നമ്മൾ നിലനിൽക്കുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ എല്ലാ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ എത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കടക്കം എതിരെ നമ്മൾ നടപടി എടുക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം അവർ കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി അടക്കം പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു. അത് നടന്നിട്ടില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഓരോ മതവിഭാഗങ്ങളും അവരുടെ വിശ്വാസവും ആചാരങ്ങളുമായിട്ട് പോകാൻ മറ്റുള്ളവരുടെ പല സെൻസിറ്റിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതടക്കം പരിഗണിക്കപ്പെടുന്ന നല്ലൊരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് കുറച്ച് വെറുപ്പുൽപാദകരൊഴികെ ബാക്കി എല്ലാവരും നമ്മൾ ഈ പറയുന്നതിനോട് അംഗീകരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ട ആ ഒരു കേരളത്തെ, മലയാളത്തെ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് പിടിക്കണം. പരസ്പരം വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ആശയങ്ങൾ പരസ്പരം, എന്നാൽ അതിൻ്റെ ചൂടിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും വേണം. അത് അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഇനി അങ്ങോട്ട് നമ്മൾ ഹെയ്റ്റ് കാണുമ്പോൾ, വെറുപ്പ് കാണുമ്പോൾ, വിദ്വേഷം കാണുമ്പോൾ, തെറി കാണുമ്പോൾ അത് അവരെ ആ പ്രൊഫൈലുകൾ റിപ്പോർട്ട് ചെയ്യുക, ഡോൺ റെക്കമെൻഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തടയാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ, സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വഴിയെ നമ്മുടെ അടുത്ത വീഡിയോകളിൽ അത് ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.